ലോകത്തിന് മുമ്പിൽ ഇന്ത്യയെ നാണം കെടുത്തുന്ന രൂപത്തിലുള്ള വളരെ മോശമായ പ്രവർത്തനമാണ് ഇപ്പോൾ ഡൽഹിയിൽ ജന്തർ മന്ദറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഭാവി വിദ്യാഭ്യാസ വ്യവസ്ഥയെ സംരക്ഷിക്കണമെന്നും നിലവിലുള്ള വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ വളരെ സമാധാനപരമായിട്ട് ഡൽഹിയിലെ ജന്തർ മന്ദറിൽ ഒരു മാസത്തിലധികമായി സമരം നടത്തിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ജൂലൈ 20 അന്ന് രാത്രിയിൽ നെയിം ബാഡ്ജ് ധരിക്കാത്ത പോലീസുകാരെയും പട്ടാളങ്ങളെയും എന്ന് വേണ്ട യൂണിഫോം പോലും ധരിക്കാത്ത ആൾക്കാരെ ലാത്തിയും തോക്കും മറ്റ് സ്ഫോടക വസ്തുക്കളും ഒക്കെ കൊടുത്തു പറഞ്ഞയച്ചുകൊണ്ട് വളരെ അക്രമാസക്തമായ രീതിയിൽ അവിടെ പെരുമാറുകയാണ്. ലാത്തി കൊണ്ടും മറ്റും വിദ്യാർത്ഥികളുടെ തലയും കൈയും കാലും ഒക്കെ അടിച്ച് പൊട്ടിച്ച് വളരെ ക്രൂരമായി മർദ്ദിക്കുന്ന രംഗമാണ് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവർ ഈ വിദ്യാർത്ഥികളെ ആണിയടിച്ച ലാത്തി കൊണ്ടും അതുപോലെ ഇലക്ട്രിക് ഷോക്ക് നൽകിയൊക്കെ ആക്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം വീഡിയോ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയും ക്രൂരമായ അക്രമങ്ങൾ നടത്തിയിട്ടും ഭരണകൂടം ഇതിനെക്കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടാതിരിക്കുകയാണ്. ആ വീഡിയോ കാണാൻ ഞങ്ങൾക്ക് സമയമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ഭാവി വിദ്യാഭ്യാസത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഇവർ സമരം നടത്തുന്നത്. അല്ലാതെ ഇവർ തീവ്രവാദികളല്ല. ഇന്ത്യ നശിക്കാൻ വേണ്ടിയല്ല. ഇത്രയൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ അവരെ ഇങ്ങനെ അടിച്ചമർത്താൻ നോക്കുമ്പോൾ അവർ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരികയാണ്. അവർ ഒരടി പിന്നോട്ട് നിന്നിട്ടില്ല, സമരം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരവസ്ഥയിൽ നമ്മൾ മിണ്ടാതിരുന്നാൽ നമ്മളൊരു ഇന്ത്യക്കാരനായിരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇവർക്ക് പൂർണ്ണ പിന്തുണ നാം അറിയിക്കേണ്ടതുണ്ട്. നമുക്ക് ഏത് രൂപത്തിൽ അവർക്ക് പിന്തുണ ചെയ്യാൻ കഴിയുമോ ആ രൂപത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് കഴിയുന്ന രൂപത്തിലൊക്കെ നാം അവർക്ക് എല്ലാവിധ പിന്തുണകളും അറിയിക്കുക. അപ്പോൾ ഈ സമരത്തിനൊരു വിജയം കാണട്ടെ. നമ്മുടെ ഇന്ത്യയുടെ ഭാവി വിദ്യാഭ്യാസ വ്യവസ്ഥ സുരക്ഷിതമാവട്ടെ.